മറ്റുള്ളവരുടെ പരിഹാസങ്ങളും എതിർപ്പുകളും കളിയാക്കലുകളും വകവയ്ക്കാതെ ഈശോയിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി കർത്താവിന്റെ ഇടപെടൽ, വ്യക്തവും ശക്തവുമായ ഇടപെടൽ കടന്നുവരും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തില് ഈശോ 2 അന്ധയാചകർക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈശോ ജെറിക്കോയിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലിയൊരു സമൂഹം ഈശോയുടെ കൂടെയുണ്ട്. ആൾക്കാർ, ആയിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ ചുറ്റുമുണ്ട്. 2 അന്ധയാചകര്, കർത്താവെ കരുണയായിരിക്കണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ അസ്, ദാവീദ് പുത്ര ഞങ്ങളിൽ കരുണയായിരിക്കണമേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അവരുടെ ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാര് ഇവരെ റിബ്യൂക്ക് ചെയ്യുക, വായടയ്ക്കുക, നിശബ്ദരായിരിക്കുക, മിണ്ടാതിരിക്കുക. എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുക? ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പലരും ചോദിച്ചു കാണും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ശക്തിയായി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളവരാകാം, ബന്ധുമിത്രാദികളാകാം, ഫ്രണ്ട്സ് ആകാം. നിങ്ങളുടെ പ്രാർത്ഥനകളും രീതികളും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും ഈ 2 പേരെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആരും ഇവരെ എൻകറേജ് ചെയ്യുന്നില്ല. എല്ലാവരും ഡിസ്കറേജ് ചെയ്യുക, ചുറ്റുമുള്ളവരെല്ലാവരും ഡിസ്കറേജ് ചെയ്യുക. പക്ഷെ ആ ഡിസ്കറേജ്മെന്റിനെ നോക്കാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, വിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന ഇവർക്ക് വേണ്ടി കർത്താവ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഈശോയുടെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. കർത്താവിന്റെ സാക്ഷികളായി സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതം മാറും. രക്തസ്രാവക്കാരുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചത് അല്ലെ? ആ കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ള ഒരു വ്യക്തിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ മേല. അങ്ങനെ ഒരു നിയമമൊക്കെ, മതനിയമമൊക്കെ ഉള്ള ഒരു സമയമാണ്. പക്ഷെ ഈശോ ആ പട്ടണത്തിലൂടെ വരുന്നു എന്നറിഞ്ഞ് ആ സഹോദരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെയുള്ളവരെ മതപുരോഹിതർക്ക് അന്ന് തടവിലാക്കുവാൻ വഴിയുള്ള പെർമിഷൻ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഇതൊന്നും വകവെക്കാതെ ഈശോനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങി. എത്രയോ പേര് പുറകിലോട്ട് വലിച്ചു കാണും, എത്രയോ പേര് അതും ഇതും പറഞ്ഞു കാണും. അതൊന്നും നോക്കിയില്ല, പരിഗണിച്ചില്ല. മുൻപിൽ എനിക്ക് ഈശോനെ എങ്ങനെയെങ്കിലും ഒന്ന് തൊടണം, ഈശോനെ ഒന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള വലിയൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ ആ സഹോദരി ഇറങ്ങി പുറപ്പെട്ടു. ബാക്കി കഥ നമുക്കറിയാമല്ലോ. ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊടാനേ സാധിച്ചുള്ളൂ. വലിയ തിക്കും തിരക്കും, ആയിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ ചുറ്റുമുണ്ടായിരുന്നു. ഈശോ പറയുക, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരാണ് എന്നെ സ്പർശിച്ചത്? സഹോദരങ്ങൾ, ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയുടെ, അവിടുത്തെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കാരണം നിനക്ക് വേണ്ടി ക്രൂശിൽ അവിടുന്ന് സകലതും പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നവനാണ്. ഇന്ന് നീ വിശ്വസിക്കുമ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുകയും കളിയാക്കുകയും നിന്നോട് നിശബ്ദനായിരിക്കുവാൻ പറയുകയും ചെയ്തിട്ടും നീ മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതം കാത്തിരിക്കുന്നു. കാരണം ഈശോ നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നത്. ഗോഡ് ബ്ലസ് യു.